അപ്പോൾ അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു പുതിയ ട്രെയിലർ വന്നിട്ട് 2-3 ദിവസമായി കേട്ടോ. കവിനും ആൻഡ്രിയ അഭിനയിക്കുന്ന ഒരു പുതിയ പടം മാസ്ക് എന്നാണ് പേര്. സോ അതിൻ്റെ കവിൻ്റെ ബ്ലഡി ബക്കർ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പടം ഇതാണ്. ബ്ലഡി ബക്കർ കഴിഞ്ഞ് കിസ് എന്ന് പറഞ്ഞ പടം വന്നിരുന്നു. കിസ് അതിപ്പോൾ ഉമ്മോക്കാൻ വിടുന്ന പടം. അതാണ് അത് തന്നെ. ഇത് മറ്റേ ജിം കാരിയുടെ പടമായിട്ട് വല്ല ബന്ധമാണ്. ഇത് ആ മാസ്കോ അറിയത്തില്ല. ഇത് എന്താ ദി മാസ്ക് ഇത് അറിയില്ല എന്താ പറയുന്നത്. ഇത് വെട്രിമാരൻ ആക്ച്വലി പടം പുള്ളി വെട്രിമാരൻ പ്രസൻസോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പുള്ളി ഇതിൻ്റെ എന്തോ ഇതിലേക്ക് ഉണ്ടായിരുന്നു, പ്രൊമോഷൻ പരിപാടിക്കൊക്കെ ഉണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങൾ ഈ ട്രെയിലർ റിയാക്ട് ചെയ്യുന്നത് കണ്ടോ കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ട്രെയിലർ കാണാം. ഇതാണ് മാസ്ക്. காசால சந்தோஷத்தை வாங்க முடியாதுன்னு யார் சொன்னாரு? ஏழையை ஏழையாவே வச்சுக்கிறதுக்காக பணக்கார சொன்னது. മറ്റേ மிடில் கிளாஸ் டிடெக்டிவ் வேலு சிஓ. ஏழைக்கு கோவம் வந்தா அடிப்பான், பணக்காரனுக்கு கோவம் வந்தா மூளை இப்போ ஷாக்கில் இருக்கு. ரத்தம் வருது, பார்த்த உடனே உனக்கு வலி தெரிய ஆரம்பிக்கும். பணக்காரனுக்கு கோவம் வந்தா ஏழையை வச்சு அடிப்பான். கேங்ஸ்டர் ஆனோ ஆண்ட்ரி? அவங்களுக்குலாம் சட்டம் இல்லையா சார்? அவங்களுக்குலாம் சட்டம் இல்லை சார், உங்களுக்கு தான் இருக்கு. ஆனால் மிடில் கிளாஸ்க்கு கோவம் வந்தா മെൻറ്റേർഡ് ബൈ വെട്രിമാരൻ. play a GB Prakash song. ജിപിയാണ് മ്യൂസിക്. ஐயோ நம்மளையே பார்த்துட்டேன்னா உங்களுக்கு என்ன வேணும்? எனக்கு எல்லாமே வேணும். റെഡീം കിങ്സ്ലി. നമ്മുടെ ഡോക്ടറിലെ സുമതി. അതെ. ചെറിയാണ്. உங்ககிட்ட இப்படிலாம் பேசுறதுக்கு பயமாக தான் இருக்கு, ஆனால் இவ்வளோ கிட்டக்க வந்து பேசுறதுக்கும் ஜாலியாக இருக்கு. വിവേകിന്റെ മാസ്ക് ആണോ അത്? நான் கிட்ட வந்தா எவ்வளோ ஜாலியாக இருக்குன்னு பார்த்தல. இன்னும் வரவா? ആൻഡ്രിയ പ്രൊഡ്യൂസ് ചെയ്യണം. അശോക് JP. എനിക്ക് വിവേകിന്റെ മുഖം പോലെ തോന്നി ആദ്യം കാണിച്ചപ്പോൾ. ഇപ്പൊ അങ്ങനെ തോന്നുന്നു. இருக்கா மோகன்? எனி டைம் எனிவேர் ஐ வில் டெலிவர். 21 ഈ മാസമാണല്ലോ. അടുപ്പിച്ചടുപ്പിച്ച് പടങ്ങളാണ്. 21 അടുത്ത ആഴ്ച. 21 വേറെ ഏതോ പടം കൂടെ റിലീസുണ്ട്. ഇത് അല്ല മറ്റേ പൃഥ്വിരാജിന്റെ വിലായത്ത് പുതുണ്ട്. ഒരു പടം കൂടെ ഉണ്ട്. ഒരു പടം ഞാൻ 21 കുറെ എന്തോ പടത്തിന്റെ ട്രെയിലർ റിയാക്ട് ചെയ്തായിട്ട് ഓർക്കുന്നുണ്ട്. ഇത് മറ്റേ റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ആദ്യം വെട്രിമാരൻ എഴുതിയിട്ട് മിന്നി പോകും. ചിലപ്പോൾ കഥ എടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. വെട്രിമാരനുള്ള സജഷൻസും പരിപാടികളൊക്കെ. എനിക്ക് തോന്നുന്നു വേറെ ഈ മറ്റേ ഗ്രേഡിങ്ങിലെ ഫുള്ള് ത്രൂ ഔട്ട് മറ്റേ ഗ്രേഡിയൻ്റ് ഇട്ടിട്ടുണ്ട് ഇവര്. അതായത് 2 കളേഴ്സ് ഇങ്ങനെ ഗ്രേഡിയൻ്റ് ഇട്ടിട്ട് ആ സാധനം കുറച്ചധികം സ്ഥലത്ത് കണ്ടായിരുന്നു. വിഷ്വലി രസമുണ്ട്. കവിൻ ആക്ച്വലി ഇതുപോലെ കുറച്ച് പുള്ളിക്കൊരു കൂട്ടം ഓഡിയൻസ് ഉണ്ട് പുള്ളിയുടെ പടങ്ങൾ കാണാൻ. അപ്പോൾ ആ ലൈനിൽ പുള്ളി പോകുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് നാളായി ഈ പടം. പിന്നെ ആൻഡ്രിയക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട്. അതെ, വിജയ് സേതുപതിയെ പോലെ. വിജയ് സേതുപതി കഴിഞ്ഞ ദിവസത്തിൻ്റെ പരിപാടിക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആൻഡ്രിയ ഫ്രിഡ്ജ് വെച്ചിരിക്കുകയാണോ. അത് ഇപ്പോഴും പുള്ളിക്കാരിക്ക് അതുപോലെ ഇരിക്കുകയാണല്ലോ, പണ്ടത്തെ അതേ ലുക്കിൽ തന്നെയാണ്. അപ്പോൾ ഇത് ആൻഡ്രിയ ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡ് ആണെന്ന് തോന്നുന്നു. പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്റ്റഫ് ഇതിൻ്റെ അകത്തുണ്ടാവണം. ചുമ്മാ വെറുതെ കൊണ്ട് അല്ല, നെഗറ്റീവ് റോളാണ് തന്നെ. നല്ല സ്ക്രീൻ സ്പേസ്, നല്ല ക്യാരക്ടർ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും. എപ്പോഴും പറയുമല്ലോ, എന്നെ വിളിക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി ക്യാരക്ടേഴ്സ് ഒക്കെയാണ് കിട്ടുക. പുള്ളിക്കാരി പറയുന്നത് മറ്റേ വിളിക്കാറില്ലെന്ന് പറയാം. പുള്ളിക്കാരി പറയുന്നത് മറ്റേ പടമില്ല നമ്മുടെ ഇത് വടച്ചെന്നൈ കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരിക്ക് എല്ലാവരും നല്ല അപ്രിസിയേഷൻ തന്നാലും പിന്നെ പടത്ത് വിളിച്ചിട്ടില്ല എന്ന് പറയാറുണ്ട്. പുള്ളിക്കാരുടെ ഒരു അരസൻ്റെ അകത്തുണ്ടെന്ന് പറയുന്നു. അരസൻ്റെ അകത്ത് കാണും. മറ്റേ അതിപ്പോൾ ഓൾറെഡി അത് യൂണിവേഴ്സ് ആണല്ലോ. അപ്പോൾ ചന്ദ്രയായിട്ട് തന്നെ ആയിരിക്കും അറിയില്ലേ. സോ അപ്പോൾ 21-ാം തീയതി മാസ്ക് റിലീസാണ്. ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലെല്ലാം റിലീസ് ഉണ്ടാവും. സോ അപ്പോൾ കണ്ടു നോക്കാം എന്താ പരിപാടി എന്നറിയാലോ. അന്ന് വേറെ മറ്റ് പടങ്ങളുണ്ട്, റിലീസുകളുണ്ട്. അപ്പം മാരത്തോൺ ഓടാം അല്ലേ. അന്നുള്ളത് എക്കോ. എക്കോ ഉണ്ട്. അതെ അതെ, മലയാളത്തിൻ്റെ മേജർ റിലീസ് എക്കോയും വിലായത്ത് ബുദ്ധിയാന്ന് തോന്നുന്നു. വിലായത്ത് ബുദ്ധ അന്നാണെന്ന് എനിക്കറിയത്തില്ല. അന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഉറപ്പില്ല. എൻ്റെ മനസ്സിൽ എക്കോ മാത്രമേ ഉള്ളായിരുന്നു.